ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേക ഒരു വീഡിയോ ഒന്നല്ല, പക്ഷെ ഒരുപാട് പേര് എനിക്ക് കമൻ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻസിന് റിപ്ലൈ ആയിട്ട് എല്ലാം കൊടുക്കാൻ പരമാവധി ഞാൻ കൊടുക്കലുണ്ട് എല്ലാവർക്കും. പക്ഷേ ഈ ഡ്യൂട്ടി എല്ലാം കാരണം എനിക്ക് എല്ലാവർക്കും കറക്റ്റ് കൃത്യമായ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക, ഞാൻ എന്തായാലും സമയം ഉണ്ടാക്കിയിട്ട് റിപ്ലൈ തരും. അപ്പോൾ ഇന്ന് കമൻറ്റിന് റിപ്ലൈ എന്ന് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേന്നൊന്നും പറയാത്തെ. അപ്പോൾ അമ്മേൻ്റെ ഒരു ജീവിതകഥ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് നമ്മളെ സത്യം പറഞ്ഞാൽ എല്ലാവരും കണ്ടത് അല്ലേ. അത്യാവശ്യം അതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം അമ്മയും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ഞാനും ഡ്യൂട്ടി. അപ്പോൾ ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ് കേട്ടോ. BSc നഴ്സിംഗ് ധനലക്ഷ്മി ഹോസ്പിറ്റലിന് കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നാൾ ട്രെയിനിങ് പീരീഡ് പോലെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും നമുക്ക് 4.5 വർഷമാണ്. പക്ഷെ കൊറോണ കാരണം നമ്മുടെ എക്സാം എല്ലാം വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡിലേ ആയിപ്പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് ട്രെയിനിങ് ആ സമയത്തെല്ലാം നമ്മൾ 4th ഇയർ കോമ്പൻസേഷൻ എല്ലാം പറയാം. അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ കൊറോണ ഡ്യൂട്ടി എടുത്തിന് കേട്ടോ. കൊറോണ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പേടി തന്നെയാണ്. ഒരുപാട് പേരെ ജീവൻ ഒടുക്കിയിട്ട് നമ്മളെ ആകെ തകർത്തിട്ട് പോയ ഒരു ഇതാണ് കൊറോണ ഡ്യൂട്ടി. എന്നല്ല കൊറോണ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊറോണ ഡ്യൂട്ടി എടുക്കണേ. കൊറോണ ഡ്യൂട്ടി വരുമ്പോൾ 6 മണിക്കൂറാണ്. ഇപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം പോയിട്ടുണ്ടെങ്കിൽ 1 മണി 2 മണിക്കെല്ലാം ആ ഡ്യൂട്ടി കഴിയും, ആ ഷിഫ്റ്റ് കഴിയും. ഇപ്പോൾ 2 മണിക്ക് അടുത്ത ആൾ കയറും, പിന്നെ മോർണിംഗ് വരെ അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും എടുത്തിട്ട് വരാനൊന്നും പറ്റൂലല്ലോ. വണ്ടി പഠിച്ചത് കൊറോണ വന്ന കാരണമാണ് ഇവിടെ സ്കൂട്ടി എടുക്കാൻ കാരണം അതാണ്. നമ്മളങ്ങനെ കൂട്ടാൻ വരാനും കൊണ്ടാക്കാനും ഒന്നും പ്രത്യേകം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോ നമ്മള് അങ്ങനെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പഠിച്ചതാണ്. സാഹചര്യം അനുസരിച്ച് പഠിച്ചു. കാരണം ഓട്ടോന് പൈസ കൊടുക്കുന്നില്ല, ഓട്ടോ തന്നെ എപ്പോഴും വിളിക്കുന്നത്. അതെ, അധികം ഓട്ടോ പിടിച്ചിട്ടെല്ലാം കൊറേ എല്ലാം പോയി. പിന്നെ ഇവള് പറഞ്ഞ നമ്മളെ നാട്ടിലെ അശോകാട്ടൻ വേണുവാട്ടൻ ഇവര് രണ്ടാളും പേടുന്ന് വിളിച്ചാലും അശോകാട്ടൻ വേണുവാട്ടൻ ഓട്ടോ എടുക്കുന്ന ഏട്ടന്മാരാണ്. ഓട്ടോ എടുക്കുന്നത് മാത്രമല്ല, അശോകാട്ടൻ നമ്മൾ ഓളാണ് ഈ വാർഡിലത്തെ. അപ്പോൾ പേടെ വിളിച്ചാലും നമുക്ക് ഓടിയെത്തും കേട്ടാ. ഇപ്പം അമ്മക്ക് സുഖമില്ലാണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അശോകാട്ടനോട് ഞാൻ അങ്ങ് കണ്ണൂരിൽ നിന്ന് ഞാൻ വരുമ്പം വിളിച്ചു പറയുന്നു, പിന്നെ ഒന്ന് വീട്ടിലേക്ക് വരണേ, അപ്പോഴത്തേക്ക് എത്തും. പിന്നെ ആരും കൂടി ഇല്ലെങ്കിലും പേടിക്കണ്ട, അശോകാട്ടൻ അത് ഫുൾ ഹാൻഡിൽ ചെയ്തോളൂ. അങ്ങനെ തന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ ആ സമയത്ത് കൊറോണ ഡ്യൂട്ടി എടുത്തിട്ട് വരുമ്പം സത്യം പറഞ്ഞാലില്ലേ, നമ്മളെന്തോ ഒറ്റപ്പെട്ട പോലെ ഇരിക്കും. കൊറോണ ഡ്യൂട്ടി എടുത്തിട്ട് അങ്ങനെയല്ലേ കാണല്ലേ ഡ്യൂട്ടി എടുക്കുന്നവരെ ആയാലും. കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തുമ്പോ എല്ലാരും ഇങ്ങനെ ഒരുമാതിരി, നമ്മളെ ഫാമിലി തന്നെ ഒരുമാതിരി നോട്ടം നോക്കും. കാരണം ഇവള് കൊറോണ കൊണ്ടാ വരുന്നുള്ള അങ്ങനത്തെ കൊറോണ ടൈമിൽ ഒരു പനി പോലും വന്നില്ല. ഞാൻ എടുത്തിന്. അത് ഭയങ്കര കഷ്ടം. ഞാനും ആശാവർക്കർ ആയതുകൊണ്ട് ആ കൊറോണ ടൈമില് നമുക്ക് ഫുൾ ഡ്യൂട്ടി ചെയ്യാനും. PP കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ കണ്ണ് മാത്രം കുറച്ച്, കണ്ണിനും ഗ്ലാസ് ഇടും, എന്നാലും കുറച്ച് മാത്രം ഇങ്ങനെ, ബാക്കി എല്ലാം മൂടിയിട്ടേട്ടാ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫോൺ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ. ഞാൻ ആ സമയത്ത് കൊറോണ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ഒരു ഏച്ചിന്റെ ആയിരുന്നു ഡ്യൂട്ടി എടുത്തത്. എൻ്റെ പേഷ്യന്റ് പ്രഗ്നന്റ് ആയ ഏച്ചിക്ക് കൊറോണ ആയിരുന്നു. അപ്പോൾ ബേബീനെ ഉണ്ടായിട്ട് ആ ബേബീനെ നോക്കണം. അന്നേരം എനിക്ക് കുട്ടികളെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. കുട്ടിയെ നോക്കണം, അമ്മേനെ നോക്കണം. അപ്പൊ കുട്ടിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ കുഞ്ഞുകുട്ടികളെ കണ്ടാല് ഇവള് പോയിട്ട് വാരി എടുത്തിട്ട്, അങ്ങനെ തന്നെ ഇവക്ക് വയസ്സായ ആളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയുന്നൊന്നുമല്ല. ഇപ്പൊ കല്യാണം വന്ന് ശരിയായാലും ഇവളൊരു പറയുന്ന വർത്താനോട്, അമ്മേ ബാക്കിയെല്ലാം ഓക്കെയാണ്, ആ പോകുന്ന വീട്ടിൽ ഒരു അമ്മമ്മയും അച്ചാച്ചനും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു, എന്റെ മോളെ നീയെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഇപ്പോഴത്തെ കുട്ടികള്, ഞാനൊരു കുറ്റം പറയുന്നതല്ല, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് പറയുന്ന അമ്മമ്മയും അച്ചാച്ചനും ഉള്ള വയസ്സായ അവരെ വീട്ടിൽ പോകുന്നില്ല തന്നെ പറയുന്ന ഒരു കാലാണ്. ഞാൻ അപ്പാപ്പനെയും അമ്മമ്മേനെയും കൊണ്ട് തന്നെയാണ് ഇവിടെ വളർന്നത്. അവരോട് സംസാരിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയല്ല. പക്ഷെ ആടെ എത്തുമാരും ഇല്ല, അങ്ങനെ നമുക്ക് ഒരു വിഷമം അച്ഛനും അമ്മയും ഉള്ളു, വയസ്സായ മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ കൊറോണ ഡ്യൂട്ടി എടുത്ത്. ഇന്ന് വയസ്സായവര് വേണ്ട, അവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു സമൂഹമാണ്. കൊറോണ ഡ്യൂട്ടി എടുത്തേട്ടാ. അപ്പൊ ഈ അമ്മേടെ അടുത്ത് കുട്ടീനെ ഏൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ കുട്ടീനെ ഞാൻ ശരിക്കും നോക്കിയേട്ടാ. ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്.
അപ്പം അങ്ങനെ ഞാൻ കൊറോണ ഡ്യൂട്ടിയിൽ എടുത്തിട്ട് നാട്ടിൽ വരുമ്പോൾ നാട്ടിലെല്ലാവർക്കും കാണുമ്പോൾ പേടി. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അമ്മക്ക് ഇങ്ങനെ മെഡിസിൻ, കോവിഡ് ഉള്ളവർക്ക് മെഡിസിൻ കൊണ്ടുകൊടുക്കലെല്ലാം അമ്മക്ക് അന്നേരം ഭയങ്കര എന്തെല്ലാം ചെയ്യാൻ ഫോണിൽ. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്ത് നമ്മള് ഫുൾ ആക്റ്റീവ് ആയിരുന്നു കോവിഡ് ടൈമിൽ. കാരണം എൻ്റെ ഈ ഭാഗത്ത് വേറൊരു നേഴ്സ് ഇല്ല നമ്മളെ ഈ ഭാഗത്ത്. പിന്നെ ഉള്ളത് കടവിനാണ്, കുറച്ച് അങ്ങോട്ട് പോകണം. പിന്നെ പാവന്നൂർ മൊട്ടക്ക് ഒരു ഏച്ചിയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തിനു ഞാൻ ആവശ്യത്തിനെല്ലാം ഞാൻ ഓടിപ്പോക്കണം കേട്ടോ. ഇഞ്ചക്ഷൻ വെക്കാൻ അന്നേരം പോയിട്ടുണ്ടായിരുന്നു കടവിന് ഒരു ഏച്ചിക്കെല്ലാം. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എല്ലാം ആയിട്ട് നമുക്ക് രണ്ടാൾക്കും കോവിഡ് അല്ല, ഒരു ജലദോഷം പോലും തണുപ്പ് പോലും ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കോവിഡ് എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ LKG കയറി, ഡ്യൂട്ടിക്ക് കയറി. കുറച്ച് നാള് ഞാൻ അബുദാബിക്ക് ആവശ്യത്തിനടുത്ത് പോയി നിൽക്കുകയെല്ലാം ചെയ്യുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക്. അത് മാത്രല്ല, മോള് പ്രസവിച്ച സമയത്ത് ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇവളോടാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോളെ ഭാവേനെ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്നാ ചെയ്യും. കാരണം വെച്ചാൽ ഇവിടെ NICU വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവക്ക് അതിനെപ്പറ്റി, കുട്ടികളെ പറ്റിയിട്ടുള്ള നല്ല ധാരണ. LKG വർക്ക് ചെയ്ത് തുടങ്ങിയതിൽ ഇപ്പൊ നമുക്ക് കുഞ്ഞു ബേബീസിനെ എങ്ങനെ എടുക്കാം, അവരെ തല എങ്ങനെ, ഹെഡ് എങ്ങനെ ഹോൾഡ് ചെയ്യുക, എങ്ങനെ നമുക്ക് ആക്കാം, അതെല്ലാം ഞാൻ ശരിക്കും പഠിച്ചോട്ടെ. പിന്നെ ഫീഡ് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ മുലപ്പാല് മാത്രമല്ലല്ലോ, നമ്മൾ ഫോർമുല പൊടി കലക്കി കൊടുക്കാന്ന് പറയില്ലേ, അതെല്ലാം കൊടുക്കാനും നല്ല അടിപൊളിയായിട്ട് പഠിച്ചേട്ടാ. പിന്നെ LKG എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര തിരക്കാണ്. LKG എന്നല്ല, കണ്ണൂർ ഇപ്പൊ പിന്നെ അത്യാവശ്യം കൊയിലിൽ ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞു തോന്നുന്നു. അല്ലാണ്ട് ഇപ്പൊ LKG ഭയങ്കര തിരക്കാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വെന്റിലേറ്റർ ബേബീസ് വരും. ചില സമയത്ത് നൈറ്റും നമുക്ക് ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഡേ ആയാലും എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഓടിപ്പോവാൻ അങ്ങനെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്കെല്ലാം വിടുന്ന സമയത്ത് ആംബുലൻസിൽ പോകണം. ഞാൻ ആംബുലൻസിന്റെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആംബുലൻസിൽ പോകേണ്ട വരും. പക്ഷെ എനക്കില്ല, എനിക്ക് കുട്ടികൾ കരഞ്ഞാലും ചില എഴുന്നല്ലോ കേൾക്കാം, നഴ്സുമാർ NIC നഴ്സുമാർ അങ്ങനെ ചെയ്തു, കുട്ടികൾ ഇങ്ങനെ ചെയ്തു. പക്ഷെ എനക്കില്ല, എനിക്ക് കുട്ടികളുടെ കാര്യം എനിക്ക് ഭയങ്കര. എൻ്റെ ഏച്ചിന്റെ മൂലുണ്ടേ, ഓളെ ഓർമ്മ വരിക, മുത്തുവണ്ണീന്. അതുപോലെ പിന്നെ അങ്ങനെ ഞാൻ ധനലക്ഷ്മി എടുക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ട്. ഒരു ICU വർക്ക് ചെയ്തു. പിന്നെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു ICU. അപ്പം ഒരമ്മമ്മ എന്നോട് പറഞ്ഞു, മോളെ എനക്ക് ഇങ്ങനെ കുറേ സംസാരിച്ച് എന്നോട് പറഞ്ഞു, മോളെ എനക്ക് പിന്നെ ഓലം കൂട്ടാൻ തോന്നുന്നു. ഞാൻ എന്തോ അല്ല ICU. ഞാൻ പറഞ്ഞ ചേമ്പിന്റെ കൈ ഓലാണ്. അപ്പൊ ഈ അമ്മമ്മക്ക് ഒന്നും കൊടുക്കാൻ പറ്റൂല, ഗ്ലൂക്കോസ് പോകുന്നതാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അമ്മമ്മ ഞാൻ എന്നാലേ റൂമിൽ മാറ്റിട്ട് കൊണ്ടുതരാന്നെല്ലാം പറഞ്ഞു. അപ്പൊ അമ്മമ്മമാരായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ പിറ്റേന്ന് ഓലം വെച്ചിട്ട് കൊണ്ടു കൊടുത്തിട്ട് ഒരിക്കൽ തൊട്ടിട്ട് അമ്മമ്മേന്റെ വായിൽ വെച്ചു കൊടുത്തു. അപ്പോഴേക്കന്നെ അമ്മമ്മ പോണ്ട സ്ഥലത്തേക്ക് പോയിനി. പിറ്റേന്ന് 2 ദിവസം അങ്ങനെ നിന്നില്ലോ ICU. അപ്പൊ അങ്ങനെ എല്ലാം കൊറേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ പഠിച്ച് കഴിഞ്ഞ് ഏച്ചിനടുത്ത് പോയി. ഏച്ചിനടുത്ത് മുത്തുമണീൻ്റെ ഏച്ചിൻ്റെ മോളാണ് മുത്തുമണി. നൈക്കാന്ന പേര്, നൈക്കാന്നിരുന്ന പേര്. പക്ഷേ നമ്മൾ മുത്തുമണി എന്നാ വിളിക്കല്. പിന്നെ നമ്മളെ ഫാമിലിയിലേക്ക്, നമ്മളെ ഈ ഒരു ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വന്ന നമ്മളെ മോളാണ് മുത്തുമണി. മോള് വരുന്നുണ്ട് കേട്ടോ, അടുത്ത മാസം വരുന്നുണ്ട്. മാർച്ചിൽ വരുന്നുണ്ട്, മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കാണാട്ടാ മോളെ. അപ്പൊ ഏച്ചിന്റെ മോളൊന്നൊന്നുമില്ല, എൻ്റെ മോളിപ്പോ തന്നെയാണ് കേട്ടാ. അപ്പൊ ഓളടുത്ത് പോയി. അങ്ങനെ ഓളെ 6 മാസം വരെ നമ്മളൊപ്പരം തന്നെ ഉണ്ടായിരുന്നു, ഇടുന്നു മാടുന്നു എല്ലായിട്ടല്ലേ. അന്നേരം അമ്മക്ക് അന്നേരം പോണേനു. അപ്പൊ അമ്മക്ക് കുളിപ്പിക്കാനൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുട്ടി നീ ഇങ്ങനെ പിടിക്കണം, ഗ്യാസ് ഇങ്ങനെ കളയണം എന്നെല്ലാം മറ്റേ ഞാൻ കുറെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട്. ഞാനിപ്പോ 2 പ്രസവിച്ചിട്ട് അമ്മമ്മയെ അങ്ങനെയല്ലല്ലേ. പക്ഷെ പണ്ടത്തെ രീതി അല്ലല്ലോ ഇപ്പൊ. പണ്ട് മുലപ്പാല് മാത്രമായിരിക്കും. ഇപ്പൊ നമ്മള് പൊടിയെല്ലാം കലക്കി കൊടുക്കുന്നില്ലേ. ഇപ്പത്തെ സാഹചര്യം അനുസരിച്ച് കുട്ടിക്കെല്ലാം മഞ്ഞ. പരമാവധി പൊടി കൊടുക്കുന്ന നല്ലതാന്ന് ഒരിക്കലും പറയില്ല കേട്ടാ. പക്ഷെ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പൊടി കൊടുക്കണം. കാരണം അവരെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മഞ്ഞയെല്ലാം കുറയും. പിന്നെ വെച്ചാൽ ഇപ്പം വെയിൽ കൊള്ളിക്കാതെല്ലാം പറയും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടാ. നല്ലോണം പാല് കുടിച്ചിട്ട് മൂത്രമൊഴിച്ചിട്ട് പോയാൽ മാത്രമേ ആ മഞ്ഞയെല്ലാം കുറയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോട്ടാ. എനിക്ക് അറിയാത്തതാണെങ്കിലും ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് ആൻസർ പറഞ്ഞുതരും.
ഒരു ഫാമിലി വ്ലോഗ് വെറുതെ നിങ്ങൾക്ക് നമ്മൾ പോകുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൃഷി കാണിച്ചു തരും, അത് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ആരോഗ്യപരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക. അങ്ങനെ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോ ആണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തു തരുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു ഇതെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ AKGയിൽ തന്നെ വർക്ക് ചെയ്ത്. AKGയിൽ പറയാന്ന് വെച്ചാൽ എൻ്റെ ന്യൂബണൈസിലെ സ്റ്റാഫ് എല്ലാവരും ഒന്നും മെച്ചാണ് കേട്ടോ. കാരണം വെച്ചാൽ അമ്മ അബുദാബി പോയ സമയത്ത് ഷീന മിസ് ജിൻഷാമിസ് അവരെല്ലാം എന്നാ പറയേണ്ടത് അമ്മേനെ പോലെ തന്നെയാണ്. ഞാൻ ഫുഡ് ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് വിളിച്ചു പറയലോ, അമ്മയെ നമ്മള് മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. നിനക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ സന്തോഷം കൊണ്ട് സങ്കടം വന്നുപോയി. ഷീന മിസ് അനുശേച്ചി എല്ലാവരും ഇവര് നല്ല ഫുഡും എല്ലാം കൊണ്ട് കൊടുക്കൂ, എല്ലാം ചെയ്ത് കൊടുക്കും. ഇവരൊന്നിച്ചുള്ള സ്റ്റാഫ്, അങ്ങനത്തെ ഒരു സ്റ്റാഫ്. ഞാൻ അപ്പാപ്പനാണ്. പിന്നെന്ന് വെച്ചാൽ അമ്മ അറിയില്ലായിരുന്നു അവിടെ. ആ സമയത്ത് അപ്പാപ്പന് ഇടുന്ന അസുഖമായത്. ഞാൻ പക്ഷെ അമ്മേനെ അങ്ങനെ അറിയിച്ചിട്ടൊന്നുമില്ല. അന്നേരം അവരെന്നെ എനിക്ക് കൂടാ. കാരണം അപ്പാപ്പൻ എൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ ഇഷ്ടം. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നീ അപ്പാപ്പൻ്റെ അടുത്ത് തന്നെ നിന്നു, അപ്പാപ്പ ഹാപ്പി ആണെങ്കിൽ അപ്പാപ്പൻ്റെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ ഞാനൊരു ഡോക്ടർ പറഞ്ഞു ഇത്ര നാളെ ഉണ്ടാവുമെന്നല്ല എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്തോ ഇതില്ലായിരുന്നു. ഞാൻ പക്ഷെ ആരോടും മനസ്സിലായി. ഞാൻ ഏച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ നിതിനാട്ടൻ്റെ അടുത്ത് മാത്രമാണ് എല്ലാ കാര്യവും പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ തുറന്നു പറയാൻ ഒരു ഏട്ടനെയും കിട്ടിയിരുന്നു കേട്ടോ. ഏച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഫുള്ള് എന്ത് കാര്യം സെറ്റ് കാര്യമാണ് ഓപ്പൺ ആയിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഏച്ചിൻ്റെ വീട്ടുകാർ കോട്ടയത്തെ, അത് അമ്മേൻ്റെ വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളിതൊക്കെ പറഞ്ഞത് തന്നെ പറയുന്നത്. പക്ഷെ അതെല്ലാം എന്ത് പറയുമ്പോൾ പറഞ്ഞു പോകുക. അപ്പോൾ അവരും എന്തിനും എനിക്ക് സപ്പോർട്ടാണ്. അടുത്ത അച്ഛനെ എനിക്ക് അച്ഛനെ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ആ ഒരു ഓർമ്മയില്ല. പക്ഷെ എങ്കിൽ ഏച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഏച്ചി ഞാനാണെങ്കിൽ വിളിക്കുക ചോദിച്ചാൽ ഞാൻ അച്ഛൻ തന്നെയാട്ടാ വിളിച്ചത്. അപ്പോൾ അച്ഛനെ വിളിച്ചോളാനാ പറയുന്നത്. അപ്പോൾ എന്താ പറയുക ഏച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ ഹാപ്പി ആവുകയോ ചെയ്തേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ AKGയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ ഇപ്പം 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ എനിക്ക് പ്രപ്പോസൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് കുറച്ച് പഠിക്കട്ടെ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ട് പോയി. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഈ കല്യാണം ലാസ്റ്റ് വന്നത് ആർമി. എനിക്ക് പണ്ടേ ആർമിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം താല്പര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ വന്ന് പോയി അങ്ങനത്തെ ആ ഒരു ഇതുണ്ടായില്ല. പിന്നെ എൻ്റെ അപ്പാപ്പനും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഉറപ്പിച്ചു. അപ്പം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ആർമിയാണ്. പിന്നെ ഇപ്പോൾ രാജസ്ഥാനിലാണ്. ഇനിയിപ്പോൾ വിഷു ആ ലീവിന് വരും, നാട്ടിൽ വരും. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഉള്ളത്. സിസ്റ്റർ ദുബായിലാണ് ഫാമിലി ആയിട്ട് തന്നെ. ഹസ്ബൻഡ് കുട്ടികൾ 2 കുട്ടികളാണ്. അവർ പിന്നെ കുട്ടികൾ അവിടെ ഒരാളെ സ്കൂളിൽ ചേർത്ത്, ഒരാൾ മുത്തോടിനെ പോലെ തന്നെ ചെറുതാണ് കേട്ടോ. പിന്നെ അച്ഛൻ ഇവിടെ കോൺട്രാക്ടർ പോലെ പിന്നെ വീടിൻ്റെ ഇതും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഇത്രയും കാലം ദുബായിലും അങ്ങനെ ഖത്തറിലും അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇപ്പം 2 വർഷം ആയില്ല തോന്നുന്നു. ഇലക്ട്രീഷ്യൻ്റെ ഇതിന് പോകുന്നുണ്ട്. പിന്നെ അമ്മ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ അമ്മ ഒരുപാട് പഠിക്കുകയെല്ലാം ചെയ്തിന്. പണ്ടത്തെ ഡിഗ്രി എല്ലാം ഇതാണ്. പക്ഷെങ്കിൽ അമ്മ ഒന്നും വർക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം അച്ഛനും എല്ലാവരും പോകുമ്പം അമ്മ അങ്ങനെ വീട്ടിലായി പോയി. അമ്മ വർക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഫാമിലി എൻ്റെ ഇതാണ് കേട്ടാ. ഇപ്പം അവിടെ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് ഇവിടെ പാവന്നൂർ നിൽക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കൾ ഇവിടെ വരും, മേമേൻ്റെ മക്കൾ ഇവിടെ വന്ന് നിൽക്കും, അങ്ങനെയെല്ലാം കേട്ടാ. അപ്പം പിന്നെ ഞാനപ്പോൾ നേഴ്സാണ്. അപ്പം എൻ്റെ ഇത്രയേ ഉള്ളൂ. പിന്നെ അമ്മ അപ്പൊ വർക്ക് ചെയ്യുന്നത് ആദ്യമേ ഇങ്ങനെ എന്താ പറയണ്ടേ പരിചരിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇവള് ആ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിനി, നേഴ്സിന്റെ BSc. അതൊരു കോള് വന്നിട്ട് കട്ടായി പോയിട്ടോ, അതാണ്. അപ്പോൾ അമ്മ ആശാവർക്കറാണ് കേട്ടോ, ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്മ്യൂണൈസേഷൻ പരമാവധി, അതായത് കുട്ടിക്ക് ജനിച്ച ആ ടൈമിൽ BCG OPV ഹെപ്പറ്റൈറ്റിസ് കൊടുക്കും. അപ്പോൾ അത് തൊട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കുട്ടികളെ പിന്നെ വാക്സിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എൻ്റെ അടുത്ത് നിന്നല്ല അമ്മക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. കാരണം വെച്ചാൽ ഇവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗത്തിനെ കുറിച്ച് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്ലാസ് എടുത്തരാൻ വിചാരിക്കുന്നുണ്ട്.
കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ വീഡിയോ ആയിട്ട് ഇത് ചെയ്തു തരും. ചിലപ്പോൾ ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരും കേട്ടോ. പിന്നെ എന്നാ കമൻറ്റ് വെച്ചിട്ടുണ്ടായത്? വേറെ കമൻറ്റ് എന്നാ അമ്മ ഉണ്ടായത്? വേറെ അമ്മ എന്നാ ഹസ്ബൻഡ് എന്നാ ജോലി? ഹസ്ബൻഡ് ഇനിയും പറഞ്ഞു അമ്മ ആശാവർക്കറാണ്. അമ്മ ഇവിടെ കുറ്റാട്ടൂര് FHSCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കമൻറ്റിൻ്റെ റിയാക്ഷൻ പോലെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടെടുത്ത് ചോദിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് AKGയിൽ ഇതെല്ലാം ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഇട്ടുതരാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ന്യൂറോളജി ഡോക്ടറില്ലേ എന്നെ കാണാൻ വരുത്തുന്നതെല്ലാം മറ്റൊരു ഏച്ചി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏച്ചിനെ കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എന്നെ മറന്നുപോയാമോ. അപ്പോൾ ഏച്ചി വരുന്നുണ്ടെങ്കിൽ കാണാൻ വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ, ഏത് ഡോക്ടറാവില്ലേ, ഏതെല്ലാം സമയമുള്ളേ, ഞാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരും. പറ്റുന്ന പോലെയല്ല, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരത്തുണ്ട്. അപ്പം അങ്ങനെ റിപ്ലൈ തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മെയിൻ കുട്ടികളെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത് ചോദിക്കാട്ടോ, ഞാൻ അറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരും. നമ്മളവിടെ 3 പീഡിയാട്രീഷ്യനാണ് ഉള്ളത്. ഡോക്ടർ രഞ്ജിത്ത് ലാൽ സാറും ഡോക്ടർ കൃഷ്ണൻ നായരും ഡോക്ടർ ആര്യദേവിയും. അപ്പോൾ 3 ഡോക്ടറാണ് ഉള്ളത്. 3 ഡോക്ടറും നല്ല ഡോക്ടറാണ് കേട്ടോ. ഞാനിത് പറയുന്നതല്ല. കൃഷ്ണൻ നായർ ഡോക്ടർ കൃഷ്ണൻ നായർ ഒരുപാട് കാലത്തെ സേവനമുള്ളതാണ് കേട്ടോ. AKG ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ICUയിലേക്കാണ് കുട്ടികളെ മാറ്റുക. അതിപ്പം സിസേറിയൻ ആണെങ്കിൽ നമ്മൾ ICUയിൽ അമ്മേനെ റൂമിലേക്ക് മാറ്റുന്നത് വരെയെല്ലാം നമ്മൾ ICUയിലേക്ക് ആക്കും. അപ്പോൾ ഈ നാട്ടിൽ തന്നെ കുറേ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം വെച്ചാൽ ഒരു ഏച്ചിക്ക് ഞാൻ IVFന് ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്സസ് ആയി. ഒരുപാട് പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഞാൻ വെച്ചോണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചോണ്ടാണ് ഏച്ചിക്ക്. എൻ്റെ കല്യാണത്തിന്റെ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു നല്ലൊരു മോളെ കിട്ടി ഏച്ചിക്ക്, നല്ല മോളെ കിട്ടി. വാവക്ക് എന്നാ പറയണ്ടത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ, നല്ലൊരു മോളാണ്. അപ്പോൾ ഏച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഏച്ചിൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. നാട്ടിൽ വന്ന് അപ്പം തന്നെ എനിക്ക് എന്ത് കൊണ്ടുവന്നല്ല, എനിക്ക് ഡ്രസ്സും പിന്നെ ചോക്ലേറ്റും എല്ലാം എടുത്തിട്ട് വന്ന് ആ സമയത്ത് ഇവിടെ വീട് പണി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി ഫുള്ള് പുറത്ത് തന്നെ വിളിച്ചിട്ട് കൊണ്ടു തന്ന്. ഞാൻ അപ്പാട് ഒന്നിനും നിന്നിട്ടൊന്നുമില്ല. ചേച്ചി എന്നെ കണ്ട് എനിക്ക് തന്ന് മോളെ കാണിച്ച് മോളെ ഒന്ന് എടുത്ത്, എന്റെ ദൈവമേ, ഞാൻ പേരിക്ക് ലോകത്തിലപ്പുറം ഒരു ഹാപ്പിനെസ് ഇല്ലാന്ന് ഞാൻ ചിന്തിച്ച ആ ഒരു നിമിഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മറക്കാൻ പറ്റാത്ത അനുഭവം എനിക്കിതാണ് കേട്ടോ. അപ്പോൾ ഇനി നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മളത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇഷ്ടമില്ലാതെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏത് ഫീൽഡിലായാലും നമുക്ക് ഇഷ്ടമില്ല ചെയ്യാൻ പറ്റില്ല. പക്ഷെ നഴ്സിങ്ങിന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് എഴുതുന്നതല്ലല്ലോ, നമ്മളത് പ്രാവർത്തികമാക്കേണ്ടതാണ്, അവരേൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ട് അടിയിലോ കാട് കയറി. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. ഒക്കെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരേട്ടൻ മണികണ്ഠനെല്ലാം പറഞ്ഞ ഏട്ടനോടൊന്നും സൗണ്ട് ഇല്ല മോളേന്ന്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ മൈക്കെല്ലാം വാങ്ങാം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷനും ആ സംഭവങ്ങളിലായിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ മൈക്കെല്ലാം വാങ്ങാം. പരമാവധി ഒച്ചയെ തന്നെ പറയാം, നോക്കാം മൈക്ക് വാങ്ങാൻ പറ്റുമെന്നല്ലോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ഷമിക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ
എല്ലാവർക്കും ബൈ.